ലൂക്കാ എഴുതിയ സുവിശേഷത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: എന്നാൽ ഇതാ, എന്നെ ഒറ്റിക്കൊടുക്കുന്നവൻ്റെ കൈ എൻ്റെ അടുത്ത് മേശമേൽ തന്നെ ഉണ്ട്. ലൂക്കാ അധ്യായം 22 വാക്യം 21. യേശു പറഞ്ഞ ഈ വാക്കുകളുടെ പശ്ചാത്തലം ഇതാണ്: അന്ത്യ അത്താഴ സമയം. യേശു അടുത്തു തന്നെ തനിക്ക് സംഭവിക്കുവാനിരിക്കുന്ന വേദനാജനകമായ കാര്യങ്ങളിലേക്ക് അവരുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്, ശിഷ്യന്മാരുടെ. താൻ ഒറ്റിക്കൊടുക്കപ്പെടുമെന്ന് 3 പ്രാവശ്യം അവിടുന്ന് ഇതിനു മുമ്പ് അവർക്ക് സൂചന നൽകിയിരുന്നു. താൻ ഒറ്റിക്കൊടുക്കപ്പെടും, വിജാതീയർക്ക് ഏൽപ്പിക്കപ്പെടും, വേദനകൾ, പീഡകൾ, നിന്ദനങ്ങൾ സഹിച്ച് തനിക്ക് മരിക്കേണ്ടി വരും. പക്ഷേ 3-ാം ദിവസം താൻ ഉയർക്കും. അതിലേക്കുള്ളൊരു സൂചനയാണ് ഈ അന്ത്യ അത്താഴ സമയത്ത് യേശു നൽകുന്നത്. ആരാണ് തന്നെ ഒറ്റിക്കൊടുക്കാൻ പോകുന്നതെന്നും അവൻ്റെ മനസ്സിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്നും യേശുവിനറിയാമായിരുന്നു. യേശു ഒരു ഭീരുവായിരുന്നില്ല. പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം നിർവഹിക്കുന്നതിനു വേണ്ടി അവിടുന്ന് സദാ തയ്യാറായിരുന്നു. മരണം തൊട്ടടുത്തെത്തിയിട്ടും മനസ്സ് പതറാതെ ധൈര്യപൂർവം തൻ്റെ കർത്തവ്യങ്ങൾ നിർവഹിക്കുന്ന യേശുവിനെയാണ് നാം ഇവിടെ കാണുക. ദുർബല നിമിഷത്തിൽ മറ്റുള്ളവർ യേശുവിനെ പിടിക്കുകയല്ല ചെയ്യുന്നത്. യേശു ധൈര്യപൂർവം, ബോധപൂർവം തന്നെ ശത്രുക്കൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ.